നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രത്തിൽ കാണിച്ച വിനയാണ്. വിനയത്തിന്റെ വസ്ത്രധാരണം നടത്തണം. നിര്യാണിക്ക് താഴെ ഇറങ്ങരുത്. സഹോദരിമാരുടേത് അങ്ങനെയല്ല. ഇന്ന് പുരുഷന്മാരുടെ വേഷം സഹോദരിമാര് കടമെടുത്ത് ഞെരിയാണിന്റെ മേലക്കുള്ള പാന്റ് കുറച്ചുകൂടി കയറ്റിയിട്ട് കണങ്കാലിന്റെ മേലക്ക് നഊദുബില്ല. ചില ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയൊക്കെ പാന്റിന്റെ കാലിന്റെ മുട്ടിന്റെ മേൽഭാഗത്ത് 3-4 വരകള് കണ്ടോളി. ഇവിടെ എത്ര ചൊറുക്കുണ്ട്, ഇതിനപ്പുറം എത്ര ഉണ്ടാകുന്നാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ എത്ര ഭംഗിയുണ്ട്, ഇവിടെ ഇങ്ങനെ കീറിയിട്ട്. അപ്പൊ ഞാൻ ഒരാൾ ചോദിച്ചല്ല, ഈ കീറിയത് എവിടെയും കൊളത്തി കീറിയതാണ്. അപ്പൊ എന്നോട് ഉസ്താദെ കീറിയ കൊളത്തി കീറിയ മോഡലാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു പഠിച്ചോ കാക്കട്ടെ, ഇപ്പൊ മോഡൽ ഇങ്ങനെ വന്ന് ഇനി ഏതെല്ലാം മോഡലാ വരിക? അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. കീറിയത് മോഡല് കീറിയതെങ്ങനെ മോഡലായി ഈ രൂപത്തില്? നഊദു ബില്ലാഹി മിൻ ദാലിക്. അതല്ല നമ്മുടെ ശൈലി. ഉമ്മമാര് ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിടണം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ നബിയേ, നടക്കുമ്പോ ഞെരിയാണി വെളിവായാലോ? യുർഖീന ശിബ്റൻ, ഒരു ചാണും കൂടി താഴോട്ട് താഴ്ത്തിയിട്ട് നടക്കൂ. അപ്പൊ നിലത്തൂടെ പോകുന്ന പൊടിയും നജസും മറ്റൊക്കെ കലരൂലേ? അഫുവുണ്ട്, നിങ്ങൾക്ക് വിട്ടുവീഴ്ചയുണ്ട്. പുരുഷന്മാരുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇറങ്ങിയാൽ നരകത്തിലാണ്. ലാ യൻദുറുല്ലാഹു ഇലാ റജുലിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. ഞെരിയാണിക്ക് താഴെ തുണി എടുത്തുകൊണ്ട് അങ്ങനെ വലിച്ചേച്ച് അതൊരു സ്റ്റൈലാക്കി കൊണ്ട് നടക്കുന്ന ആളിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല എന്ന് പറഞ്ഞപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിയോടെ ചോദിച്ചത്, നബിയെ ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോ ചിലപ്പോ എന്റെ തുണി ഇങ്ങനെ അഴിഞ്ഞു പോകാറുണ്ട്. സിദ്ദീഖ് ലസ്ത മിൻഹും, നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. അത് പാന്റ് ആണെങ്കിലും കന്തൂറാണെങ്കിലും തുണിയാണെങ്കിലും എല്ലാറ്റിനും ഒരേ നിയമമാണ്. കമീസാന്ന് രീതിയിൽ താഴോട്ട് ഇറങ്ങാൻ പറ്റൂല. വേറെ ഒരു സാധനം ഉണ്ടല്ലോ ഇടുന്നത്, എന്തതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഒരു അറബി മോഡലിലൊരു സാധനല്ലേ മേലിടുന്ന, ഒരു കറുപ്പും പിന്നെ സ്വർണ്ണ കളർ നൂലൊക്കെ ആയിട്ട്, എന്താ പേര്? ഒരു അറബിയാൾ ഇടുന്ന കണ്ടില്ലേ? അത് അറബിയാള് താഴോട്ട് ഇട്ടുന്ന രീതിയിൽ നമുക്ക് താഴോട്ടിടാൻ പറ്റില്ല. അതും ഞെരിയാണിന്റെ അവിടെ ഉണ്ടാൻ പറ്റുള്ളൂ. അതും അത്രേ പറ്റുള്ളൂ. അല്ല, അതൊന്ന് ഉസ്താദ് സ്പെഷ്യലായിട്ട് എന്ത് സ്പെഷ്യലായും വേണ്ടില്ല, അതിനൊക്കെ അളവുണ്ട്, അളവനുസരിച്ച് മാത്രം. അതാണ് അതിന്റെ വിനയം, വസ്ത്രത്തിന്റെ വിനയം. അങ്ങനെ അതിന്റെ ശൈലി അങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കുപ്പായത്തിന്റെ കൈ ഈ കാണുന്ന ഇവിടെ കാണുന്ന ഈ കഫിന്റെ ഭാഗത്ത് കാണുന്ന 2 എല്ലില്ലേ, ഇതുവരെ കൈ കഫ് ഉണ്ടായിരുന്നു, ഇതുവരെ പറ്റൂ. ഇതിങ്ങോട്ട് നീട്ടിയിട്ട് ഇവിടെ പറ്റൂല. ഇത്ര നീട്ടിക്കൊണ്ട് ഉസ്താദേ തുണി കുറച്ചുകൂടി ബാക്കിയുണ്ട്, പറ്റൂല, ഇത്രേ പറ്റൂല. അതിനത്ര അളന്നു മുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തലപ്പാവ് ധരിച്ചപ്പോ തൊപ്പി ധരിച്ചതിന്റെ മേലെയാണ് തലയെക്കെട്ട് കെട്ടിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടുന്നത്. അത് പുതിയ ലോകത്തൊന്നൊരു സ്റ്റൈലൊന്നല്ല. തങ്ങളെ തലപ്പാവിന്റെ ശൈലി അങ്ങനെയായിരുന്നു. ആദ്യം തൊപ്പി വെച്ച് പിന്നെ തലയെ കെട്ടിയതാണ്. അതുകൊണ്ടാണ് അങ്ങനെ കെട്ടുന്നത്. അങ്ങനെയാണ് പഠിപ്പിച്ച ശൈലി. പക്ഷേ ആ തലപ്പാവും മറ്റൊക്കെ ധരിക്കണം. അതിൽ വലിയ വിനയമുണ്ട്. നിസ്കാരത്തിൽ ഏതായാലും ആ സുന്നത്ത് ഒഴിവാക്കരുത്. പിന്നെയോ ചുരുട്ടി കൂട്ടിയുള്ള വസ്ത്രത്തിന്റെ ശൈലി ഉണ്ടാകരുത്. വസ്ത്രം ചുരുട്ടി ധരിക്കുന്നത് കറാഹത്താണ്. കഫ് കൊണ്ട് ധരിക്കലാണ് ആലിമീങ്ങൾക്കും മുത്തഅല്ലിമീങ്ങൾക്കും സാധാരണക്കാർക്കും ഒക്കെ സുന്നത്ത്. ഉമ്മമാരെ, നിങ്ങൾ വീട്ടിലാകുമ്പോ ഹാഫ് കൈയിന്റെ ഷർട്ട് ഇട്ടോ, ഞാൻ അതിന് വിരോധം പറയുന്നില്ല. പക്ഷേ പടിക്ക് പുറത്തിറങ്ങിയിട്ട് ജനങ്ങളുള്ള സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോ നിങ്ങൾ മാത്രമല്ല, കാണാൻ കൊള്ളാവുന്ന നല്ല പെൺമക്കൾ പോലും ഒരിക്കലും വസ്ത്രങ്ങൾ ചേഞ്ച് വരുത്തരുത്. പുരുഷ വസ്ത്രം ധരിക്കരുത്. അല്ലാഹു ശപിച്ചിട്ടുണ്ട്. ലഅനല്ലാഹുൽ മർഅത അല്ലതി തൽബസു ലുബ്സതർ റിജ്ലി വലഅനല്ലാഹുർ റജുല അല്ലതി യൽബസു ലുബ്സതൽ മർആ. പെണ്ണിന്റെ വസ്ത്രം ധരിക്കുന്ന ആണിനെയും ആണിന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണിനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. നമുക്കത് വേണ്ട.
നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ ശൈലിയെ സ്വീകരിക്കാവൂ. അതിന്റെ വിനയം അങ്ങനെയാണ്. മുടിയും വളർത്തുന്നിടത്തും വെട്ടുന്നിടത്തും വിനയമുണ്ട്. പാശ്ചാത്യൻ കൾച്ചർ മുഴുവനും സ്വീകരിച്ച് തോന്നുന്ന രൂപത്തിലാകരുത്. പകുതി മുടി ഇങ്ങനെ വരണ്ടിയ ഒരാളെ കണ്ടല്ലോ നബിതങ്ങള്. അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നുകിൽ ഫുള്ളായിട്ട് വരണ്ടണം, അല്ലെങ്കിൽ മുഴുവനായിട്ടും ഒരുപോലെ വെട്ടിയിട്ട് വൃത്തിയാക്കണം. പകുതി മാത്രം തേങ്ങ ചുരണ്ടിയതുപോലെ ചുരണ്ടിയിട്ട് വൃത്തികേടാക്കരുത്. വൃത്തി എന്ന് പറയുന്നതും ഒരു വിനയത്തിന്റെ ഭാഗമാണ്. കോലക്കേടാക്കരുത്. പെരടിയുടെ ഭാഗം കണ്ടില്ലേ, കാതിനോട് ചേർന്ന ഭാഗം, അത്രയാണ് പുരുഷന്റെ മുടിയുടെ അളവ്. അവിടുന്ന് ഇങ്ങോട്ട് തായോട്ട് ഇറങ്ങരുത്. പുതിയ പുതിയ കുറെ ജെന്റൽമാൻമാരെ കാണുന്നുണ്ട്. നിസ്കരിക്കാൻ വരുമ്പോ തന്നെ പേടിയാണ്. പഠിച്ചോനെ, ഇവർ ഏതാണ്, ഇന്ത്യക്കാരാണോ പുറത്തുള്ള ആളുകളാണോ നോക്കിയിട്ട് ബേജാറാണ്. കാരണം അവരെ പെരടി കാണാനില്ല, കുപ്പായത്തിന്റെ ഷോൾഡറും കാണാനില്ല. അതൊക്കെ മുടി കൊണ്ട് മറച്ചിരിക്കുകയാണ്. പിന്നാലെ നോക്കുമ്പോ പെണ്ണ്, മുന്നിൽ നോക്കുമ്പോ ആണ്. പെണ്ണ് നീട്ടിക്കണ അങ്ങനെ കിട്ടണം. പിന്നെ ഒരു നൂലും കൂടി വാങ്ങിയിട്ട് ഒരു കെട്ടുണ്ടായി കൊടുക്കാൻ നല്ലേ. രണ്ട് ഇല്ലായിട്ട് ഇങ്ങനെ അങ്ങനെ നീട്ടാൻ പാടില്ല. കാതിന്റെ ഈ ഭാഗത്ത്, ആ ചെവിന്റെ ഈ ഭാഗത്ത് കറക്റ്റ് വെട്ടണം. ചെവിയോട് ചേർന്ന് നിൽക്കുന്ന പെരടിന്റെ ഭാഗം വരെയാണ് അളവ്. അവിടുന്ന് ഇങ്ങോട്ട് പോകാൻ പാടില്ല, വെട്ടണം. ഏതെങ്കിലും ആൾക്കാർ ഏതെങ്കിലും പുറത്തുനിന്ന് ആലിമ്യങ്ങളെ മുടി അങ്ങനെ ഉണ്ടാകും എന്നോട് പറഞ്ഞിട്ടോ, ഞാനിതിനെ കണക്കാ പറഞ്ഞേ. അങ്ങനെ ഉണ്ടാകും കുറെ ആൾക്കാർ. മറ്റേ ആളുണ്ടല്ലോ മറിച്ചുണ്ട്, അത് നമ്മുടെ സ്വീകാര്യമല്ല. ഏതെങ്കിലും ആൾക്കാർ വന്നപ്പോൾ മുടി ഇട്ടാന്ന് അവർക്ക് ചിലപ്പോൾ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അതൊന്നും ഇവിടെ പരിഗണിക്കില്ല. ഇവിടെ പൈല നിയമ പറഞ്ഞ നിയമം പോലെ നമ്മൾ പഠിക്കണ്ടേ. എനിക്കൊരു ശൈലി ഉണ്ട്, ആ ശൈലി പോലെ. വിഷമമൊന്നും കരുതത്, പറഞ്ഞ കൂട്ടത്തിൽ പറയട്ടെ. താടിയും പാകത്തിന് വളർത്തണം. രോമങ്ങൾക്കനുസരിച്ച് ഇസ്തിഗ്ഫാർ കിട്ടും. മരിച്ചതിന് ശേഷം താടിക്കാന്നാണ് ഉണ്ടാവൂല. സ്വർഗത്ത് പോകുമ്പോ അവിടുന്ന് ക്ലീൻ ആയിട്ട് വെക്കാന്ന്. അതിന്റെ സ്വർഗത്ത് പോകുമ്പോൾ താടി ഉണ്ടാവില്ല, വീശി ഉണ്ടാവില്ല. പിന്നെ എന്താ ആരെയും വായ്പ കഴിച്ചു, അതൊക്കെ ഇവിടുന്ന് കിട്ടുന്ന സുഹൃതാണ്. അതങ്ങനെ തന്നെ വെക്കണം. അത് കോലക്കേടാക്കത് വെട്ടി റെഡിയാക്കി വൃത്തിയാക്കി. ജൂതന്മാരുടെ സ്വഭാവം സ്വീകരിക്കരുത്, അതിനെതിരാ സ്വീകരിക്കണ്ടേ. അതാണ് വിനയം. ജൂതന്മാരുടെ സ്വഭാവം എന്താ? കട്ടി മീശ വെക്കും. കട്ടി മീശ, ഒരു ജിലേബിന്റെ കട്ടിയിൽ മീശ. താടി തുള്ളി ഉണ്ടാവൂല. അങ്ങനെ ആകരുത്. താടി വെച്ചിട്ട് മീശ ചെറുതാക്കി വിട്ട് അങ്ങനെ ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാരോട് വസ്ത്രത്തിന്റെ ശൈലിയിലും തുണിയൊടുക്കുന്നിടത്ത് അതിന്റെ ആദ്യത്തെ ചൊറഭാഗം വലത്തോട്ടും രണ്ടാമത്തെ ഭാഗം ഇടത്തോട്ടും പോകണം. അങ്ങനല്ലേ? അത് ആൾക്കാർ അത് മാത്രം ശ്രദ്ധിക്കൽ എവിടെയെന്നറിയാം. മരിച്ചിട്ട് കഫൻ ചെയ്യുമ്പോൾ തുണി ആദ്യത്തെ ഭാഗം അങ്ങനെ തന്നെയാണ് ജീവിതകാലത്തും ചെയ്യേണ്ടത്. ജീവിതകാലത്ത് എന്താ, തുണി ആദ്യത്തെ ഭാഗം ഇടത്തോട്ടും രണ്ടാമത്തെ ഭാഗം വലത്തോട്ടും അല്ല. ആദ്യത്തെ ചൊറ വലത്തോട്ടും രണ്ടാമത്തെ ഇടത്തോട്ടും. അങ്ങനെ സുന്നത്ത്. ചില നാട്ടിലൊക്കെ പോയേക്കുമ്പോൾ ആൾക്കാർ സലാം തന്നെ പറയില്ല. കാരണം ആ ശൈലി, വസ്ത്രധാരണ ശൈലി നമ്മുടേതല്ല, നമ്മളെ ശൈലി അല്ലത്. അത് വേറെ ടീമിന്റെ. അതുകൊണ്ട് ആൾക്കാർ സംശയിക്കും, ഇത് നോൺ മുസ്ലിമാ തോന്നുന്നത്, സലാം പറയില്ല. വസ്ത്രദാനത്തിന്റെ ശൈലി അങ്ങനെയാണ്. പകുതി മറച്ചുകൊണ്ട് പകുതി വെളിവാക്കിയുള്ള വസ്ത്രം ധരിക്കരുത് ഉമ്മമാരെ. ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോ സൗകര്യത്തിന് വേണ്ടി, ഇപ്പൊ നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യല്ലേ, അതുകൊണ്ട് തൽക്കാലം തട്ടം തോളിലേക്ക് വെച്ച് മുടിയിൽ ഹെൽമറ്റും കൊടുക്കിയിട്ട് മുടിയൊക്കെ വെളിവാക്കിയിട്ട് ആ പോക്ക് തെറ്റാണ്, ഇസ്ലാമിനെതിരാണ്. അത് പാടില്ല. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. തുടിപ്പുള്ള ഭാഗങ്ങൾ തുടിപ്പോടുകൂടെ വെളിവാകുന്ന തരത്തിലുള്ള ഓട്ടം പാടില്ല. അതിന് സുരക്ഷിതമായ രീതിയിലുള്ള വാഹനങ്ങൾ ഓടിക്കണം. അതിന് പറ്റുന്ന ലൂസായ വസ്ത്രങ്ങൾ ധരിക്കണം. സ്ത്രീ ഒരിക്കലും ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകരുത്. അത് ശരീരത്തിലേക്ക് മറ്റുള്ളവർ നോക്കാനും നോക്കിപ്പിക്കാനുമുള്ള ഒരു മാർഗമാണ്. അതുണ്ടാക്കരുത്. പാതി വസ്ത്രങ്ങൾ ധരിക്കരുത്. ഉള്ളിലുള്ളത് പുറത്തേക്ക് കാണും വിധമുള്ളത് ധരിക്കരുത്. ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട വിധമാണ്. പുരുഷൻ മുടിവെട്ടും പോലെ, ആണ് മുടിവെട്ടും പോലെ പെണ്ണ് മുടിവെട്ടരുത്. അത് പറയണം. ഇപ്പൊ അടുത്തൊരു ദിവസം ഇങ്ങനെ നടന്നു പോണ കണ്ടപ്പോ ഡ്രസ്സോണ്ടും തിരിയില്ല, മുടിയോണ്ടും തിരിയില്ല. മുടി കാണുമ്പോ ആണിന്റെ മുടി. പിന്നെ സൗണ്ട് കേട്ടപ്പോഴാണ് മനസ്സിലായത് പെണ്ണാണ്. കാരണം ആണ് മുടി വെട്ടുമ്പോൾ ചെറുതാക്കി വെട്ടിക്കണല്ലേ, അങ്ങനെ വെട്ടാൻ പാടില്ല.
ഹറമൊന്ന്, പരിശുദ്ധമായ ഹറമൊന്ന്. സ്വഹാബത്ത് ഇങ്ങനെ നബിയെ തഹല്ലുലാകട്ടെ എന്ന് വെച്ചപ്പോ നബി തങ്ങൾ ദ്വാരന്ന് കൊടുത്തു. മുടി കളയുന്നവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, മുടി കളയുന്നവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. 3 വട്ടം ദ്വാരന്ന് കൊടുത്തു. മുടി കളയുന്നതിനാണ് അവിടെ ഉത്തമമുള്ളത്, വെട്ടുന്നതിനേക്കാളും തഹല്ലുലിന്. അപ്പൊ സ്വഹാബി വനിതകൾ വന്ന് ചോദിച്ചു, ഞങ്ങളും വടിക്കട്ടെ? നിങ്ങൾ വടിക്കാൻ പാടില്ല, 2ഓ 3ഓ മുടി എടുത്തിട്ടൊന്ന് വെട്ടിയാൽ മതി, നിങ്ങൾക്ക് തഹല്ലുൽ ലഭിക്കും. ഒരു പുണ്യകർമ്മത്തിന്റെ തഹല്ലുൽ എന്ന് പറയുന്ന ഇബാദത്തിന് പോലും അത്രയാണ് കൽപ്പിക്കപ്പെട്ടതെങ്കിൽ പുറത്തുനിന്ന് വരുന്ന നമ്മൾ സ്വീകരിക്കാൻ പറ്റാത്ത സംസ്കാരം വിനയത്തിന് എതിരാണ്. പുരുഷൻ വെട്ടും പോലെ സ്ത്രീ മുടി വെട്ടരുത്. സൂക്ഷിക്കേണ്ടതാണ് വസ്ത്രധാരണ ശൈലിയിലും.